കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമ്മാനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസനത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ മദർഷിപ്പ് പ്രധാനമന്ത്രി സ്വീകരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത്. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചതും. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. വികസനത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था। इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है। ये परिस्थिति अब बदलने जा रही है. മന്ത്രി വി എൻ വാസവൻ അദാനി കമ്പനിയെ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചതിനും പ്രധാനമന്ത്രിയുടെ മറുപടിയുണ്ട്. അദാനിയെ നമ്മുടെ പങ്കാളി എന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വകാര്യ മേഖലയെ നമ്മുടെ പങ്കാളി എന്ന് പറഞ്ഞതാണ് മാറുന്ന ഭാരതമെന്ന് മന്ത്രി വി എൻ വാസവന് പ്രധാനമന്ത്രി മറുപടി നൽകി. വിഴിഞ്ഞം തുറമുഖം വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നും പ്രധാനമന്ത്രി. पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. കേരള ജനതയ്ക്ക് ഇത് അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിനിത് സ്വപ്ന നിമിഷം. തുറമുഖ കവാടം തുറക്കാൻ മാത്രമല്ല രാജ്യത്തിന്റെ വികസനത്തിന്റെ കവാടം തുറക്കൽ കൂടിയാണ് ചടങ്ങെന്നും മുഖ്യമന്ത്രി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇതുപോലൊരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇക്കാലം അത്രയും ഇത് ഇവിടെ ഇതിലൂടെ അവസാനിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിറഞ്ഞ സദസ്സിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുക ഉയർന്നു. അത്യാഹിത വിഭാഗത്തോട് ചേർന്ന UPS റൂമിലാണ് പുക ഉയർന്നത്. ഫയർഫോഴ്സ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പുക ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. രോഗികളെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെയുള്ള ഉപകരണങ്ങളും മറ്റും മാറ്റിയിട്ടുണ്ടോ? നിലവിലത്തെ അവസ്ഥ എന്താണ്? ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആംബുലൻസുകളും മറ്റു സ്വകാര്യ ആശുപത്രികളിലുള്ള ആംബുലൻസുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഫയർഫോഴ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോട് കൂടിയിട്ടാണ്, 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. UPS റൂമിനോട് ചേർന്നിട്ടുള്ള റൂമിൽ നിന്നാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും പുക ഉയരുകയും ചെയ്തത്. ചെറിയൊരു ശബ്ദം ഉണ്ടായിരുന്നു എന്നാണ് ആ സമയത്ത് അറിയുവാൻ വേണ്ടി പറ്റിയത്. ഉടനെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് രോഗികൾ ഇവിടെ നിന്ന് മാറ്റി. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള രോഗികൾ ഇവിടെ ഉള്ളതിനാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല, മുഴുവൻ രോഗികളെ ഇവിടെ ഒന്നും മാറ്റേണ്ട, നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സമീപ പ്രദേശങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കും മറ്റുമാണ് രോഗികളെ മാറ്റിയിട്ടുള്ളത്. ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മേയർ ഇവിടെ ഉണ്ട്, മേയർ സംസാരിക്കുകയാണ്. എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ബീച്ച് ആശുപത്രി എല്ലാ സംവിധാനവും ഉണ്ട്, അവർ ഒരുക്കുന്നുണ്ട്. കോർപ്പറേഷൻ എന്ത് സംവിധാനം തയ്യാറാണ്, മരുന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇനി സ്ഥലമുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട അവരാവശ്യവും ഇല്ല. അതാണ് ബാക്കി. ഇപ്പോഴും എന്താ കാരണം എന്നുള്ളതാണ് വ്യക്തമാക്കുക. ഇനി ഇതിനകത്ത് ആളുകളുണ്ടോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇനി കൂടുതൽ പേരുണ്ട്. നമ്മൾ അന്വേഷിക്കണമല്ലോ. നമുക്ക് വെറുതെ ഊഹാപോഹം നടത്തിയിട്ട് എന്താ കാര്യം? അന്വേഷിച്ച് കണ്ടുപിടിക്കാം, അത്രയും.
ദേവിക, കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളിലേക്കൊന്നും ഇവിടുത്തെ അധികാരികൾ കടന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നമുക്കറിയാൻ സാധിക്കുന്ന ഒരു വിവരം ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ചെറിയ തരത്തിലൊരു സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയാണ് ആളുകളൊക്കെ ഒരു ഭയചകിതരാകുന്ന സാഹചര്യം ഉണ്ടായത്. ഉടനെ തന്നെ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞ് നിരവധിയായിട്ടുള്ള നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സഹകരിക്കണമെന്നാണ്. ആയിരക്കണക്കിന് നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. അവർ പറഞ്ഞിട്ടുള്ളത് രോഗികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഭയപ്പെടാനുള്ള ഒന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകളെയൊക്കെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആരോഗ്യ സ്ഥിതിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് പറയുന്നു. മേയർ എന്തായാലും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അല്ല, ഇത് എനിക്കറിയില്ല. ഞാനിപ്പോ എത്തിയിട്ടല്ലേ ഉള്ളൂ. ഇത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്താന്ന്. ഇപ്പൊ നമ്മുടെയൊക്കെ ഉദ്ദേശം കഴിയുന്നത്ര സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കോർപ്പറേഷൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബീച്ച് ആശുപത്രിയിൽ നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടിയുണ്ട്. അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഇവിടുത്തെ പേഷ്യൻസിനെ കൊണ്ടുപോയാൽ തന്നെ അവിടെ ഇവരെയൊക്കെ തന്നെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും അവിടെ അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആശങ്കപ്പെടേണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കിനി അവരെന്താ പറയുന്നത് നമുക്ക് കേൾക്കാം, അല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. മാറ്റിയെന്നാണ് പറയുന്നു. ഇനിയും ഉണ്ടാവുമല്ലോ അവിടെ. നോക്കട്ടെ ഉണ്ട്, അവർ ഒരുക്കിയിട്ടുണ്ട്. അന്വേഷിച്ചു. നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടി ഉണ്ടായിരുന്നു, ഡോക്ടർ മുനവർ. നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അവർക്ക് എല്ലാ സംവിധാനമുണ്ട്. പേടിക്കേണ്ട എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് ആശുപത്രിയുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ സാധ്യമായിട്ടുണ്ട് എന്നാണ് മേയർ പറയുന്നത്. ഈ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ആശുപത്രികളിലേക്ക് ബന്ധപ്പെടാനും അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും അവിടെയുള്ള ആംബുലൻസുകൾ ഇവിടെ എത്തിക്കാനും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുവാൻ വേണ്ടി എന്തായാലും ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മേയർ അതാണ് പറയുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നേരത്തെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടുമുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ രോഗികൾക്ക് എന്താണ് അവരുടെ ആരോഗ്യനില എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. നേരത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു അനൗദ്യോഗിക പ്രതികരണം വന്നു കഴിഞ്ഞു. മുഴുവൻ ആളുകളെയും മാറ്റും, ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങളിൽ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ടിനിടയായിട്ടുള്ള സാഹചര്യം എന്നതിനെ സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് പരിശോധിക്കും. ഇപ്പോൾ പ്രധാന പ്രയോറിറ്റി ഈ പറഞ്ഞതുപോലെ രോഗികൾ ഇവിടെ നിന്ന് മാറ്റുന്നതിനാണ്. അതിനായിട്ട് ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആശുപത്രികളിൽ നിന്നുമുള്ള ആംബുലൻസുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്, കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ രോഗികളെ മാറ്റുന്ന, അതായത് വളരെ പ്രശ്നങ്ങളുള്ള രോഗികളെ ആയിരുന്നു ആദ്യം മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും രോഗികളെ മാറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ആശുപത്രിയിൽ നിന്നുള്ള ആ കറണ്ട് 1-2 തവണ പോയിരുന്നു. പിന്നീട് കറണ്ട് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടാണുള്ളത്. കാരണം ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണമായതെന്നൊരു നിഗമനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറണ്ട് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്, റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ സ്പെഷ്യാലിറ്റി ഈ ബ്ലോക്കിലെ മുഴുവൻ രോഗികളെയും ഇവിടുന്ന് മാറ്റുമെന്നാണ് നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആംബുലൻസ് ചീറി പാഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും രോഗികളുടെ ആരോഗ്യത്തിനാണ്.